അതിനൊരാള് വിമർശിച്ചത് എന്താ വെച്ചാല് ഇപ്പൊ അഹങ്കാരം കൂടി. പഴയ വ്ളോഗ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, എന്തൊരു രീതിയിലാണ് വ്ളോഗ് ചെയ്തതിന് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ അഹങ്കാരമായി. അതിന്റെ അർത്ഥം എന്താ വെച്ചാല് പഴയ വ്ളോഗിൽ ഞാൻ പേടിച്ചാ പറഞ്ഞു, ഇത് 2010 വണ്ടി ബെൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് പഠിച്ചു. കോൺഫറൻസ് കൂടി. അപ്പൊ കോൺഫറൻസ് കൂടി എന്റെ അവതരണം മെച്ചപ്പെടുത്തുന്നതിന്റെ പേര് അഹങ്കാരം എന്നാണെങ്കിൽ നമ്മൾ അഹങ്കാരികളാണ്. അതേപോലെ കീറിയ ഷർട്ട് ഇട്ട് നടക്കുന്ന ഒരാള് നല്ല കോസ്റ്റ്യൂമിൽ ടിക്ടോക്കിൽ ഇറങ്ങി കഴിഞ്ഞാല് അതിന്റെ പേര് അഹങ്കാരം എന്നാണെങ്കിൽ നമ്മൾ അഹങ്കാരികൾ ആവണം. ഒരാൾ സൈക്കിളിൽ പോയിരുന്ന ഒരാള് നല്ലോ അധ്വാനിച്ച് റിസ്ക് എടുത്ത് ഒരു ബൈക്ക് വാങ്ങി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ നോക്കി അഹങ്കാരി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരികളാണ്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അതിന് ചിലപ്പോൾ ആൾക്കാർ അഹങ്കാരിയായി അതായി ഇതായി വന്ന വഴി മറന്നു എന്നൊക്കെ പറയും. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിൽ ശരിയാണ്. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാം, നമ്മളെ നാട്ടുകാർക്കും നമ്മളെ അടുത്തുള്ള ആൾക്കാർക്കും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും നമ്മുടെ കുടുംബത്തിനും എന്ത് ചെയ്യാം അറിയാം. പിന്നെ എന്തിനു വേണം നമ്മൾ മറ്റുള്ളവരെ പേടിക്കാൻ?